പരിചയപ്പെടാം അല്ലെ? അച്ഛൻ്റെ പേരൊക്കെ ചോദിക്കാം, എവിടെ നിന്ന് വരുന്നതൊക്കെ ചോദിക്കാം. അച്ഛന്റെ പേര് പറഞ്ഞു. എന്റെ പേര് ഷാജി, ഞാൻ തലൂരിൽ വരും. അച്ഛൻ ഇവിടെ വരുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? എനിക്ക് 20 വർഷമായിട്ട് നടുവാനായിരുന്നു. പിന്നെ പുറത്ത് ഒരു കഴലി ഉണ്ടായിരുന്നു, നീർക്കെട്ട് വന്നിട്ട് ഒരു കഴലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ 20 വർഷമായിട്ടും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, വൈദ്യന്മാരെ കണ്ടിട്ടുണ്ട്, ഒറ്റമൂലിക്കാരെ കണ്ടു, ലാടവൈദ്യനെ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. എല്ലാവരും എന്നെ കണ്ടു ചെറുക്കും കാണിക്കും, ശരിയാവില്ലടോ, അങ്ങനെ പറയാ, ശരിയാവില്ലടോ. താൻ ഗുളിക കഴിക്കുക, മരുന്ന് കഴിക്കുക, അതുപോലെ എണ്ണ പുരട്ടുക, മറ്റേ അതൊക്കെ മസാജ് ചെയ്യുക. അപ്പോൾ കുറച്ച് അധികമൊക്കെ ശരിയാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. ഞാൻ അവസാനമായിട്ട് ഞാനൊരു വൈദ്യുതി ചോദിച്ചു, ഈ കഴലം മാറ്റം പോലെ മാറണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാറ്റാനൊക്കെ പറ്റും, ഇപ്പൊ എത്ര കാലം വേദന തുടങ്ങിയിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 10-20 വർഷമായി തന്നു. ഒരു 20 വർഷം കൂടി ഉണ്ടാവുന്ന വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് മാറ്റണമെങ്കിൽ, കാരണം ഞാൻ കല്ലച്ച് എടുക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. പക്ഷെ സേറാജത്തിൽ വന്ന് 3-ാമത്തെ ദിവസം കടല കാണാനില്ലേ. എവിടെയോ പോയി കിടക്കുന്നില്ല. ഞാനിവിടെ ആദ്യം ഈ മെഷീനിൽ കിടക്കുമ്പോ ആ മെഷീൻ റൺ ചെയ്യുമ്പോ ഇവിടെ എത്തുമ്പോ നമ്മുടെ വണ്ടിയൊക്കെ ഹമ്പിൽ കയറില്ലേ, ഒന്നിങ്ങനെ ഞളന്നു. ഇപ്പൊ ഞളക്കല്ലേ, എക്സ്പ്രസ് പോണപ്പോ ഒരു കുഴപ്പമില്ല, അവിടെ മാറി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് വൈദ്യശാസ്ത്രത്തെ സറാജം തോൽപ്പിച്ചു. ഇവരിടയ്ക്ക് എങ്ങനെ പറയില്ലേ, സറാജം എന്താ പറയാ, ഞാൻ പറയുന്നത് പറയാ, അതുക്കും മേലെ അതിനും മുകളിലാണ് സറാജം. അപ്പൊ എന്റെ അനുഭവത്തില് എന്റെ നടുവേദന ഇന്നത്തെ അവസ്ഥയിൽ 70% മാറി. 30% 10 ദിവസം കൊണ്ട് മാറുന്ന എന്റെ വിശ്വാസം. പിന്നെ ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ല നിങ്ങള്? ഏതെങ്കിലും ആശുപത്രിയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്നേഹമുള്ള ആൾക്കാർ കാണാൻ പറ്റില്ല, ഒരു സ്ഥലത്തും ഇല്ല. ഞാൻ ചില സമയത്ത് ശ്രദ്ധിക്കുമ്പോഴേ ചില അമ്മമാര് വന്നിരിക്കുമ്പോ ഇവര് വന്നിട്ട്, അമ്മ പതുക്കെ ഇരിക്കുക, ഞങ്ങൾ പിടിക്കുക, വിരിച്ചു കൊടുക്കുക, പിടിച്ചൊക്കെ എടുത്ത് എന്നാ അവര് പിടിക്കാൻ പറ്റില്ല. ഞാൻ സാറായിട്ട് എടുക്കണക്കല്ലേ, ആർക്കും നമ്മുടെ മോള് ആയിരുന്നു ഭയങ്കര ആള് നല്ലോണം എല്ലാവരെയും, എന്നെ മാത്രം എല്ലാവരെയും കയറി. ഞാൻ വെറുതെ കണ്ണടച്ചെടുക്കും, മുകളിൽ കിടക്കും, സീലിങ്ങനെ കാണണേ, അപ്പൊ കണ്ണടച്ചെടുക്കും. അപ്പൊ നമുക്ക് അവിടെ കിട്ടും ഉറങ്ങുക. അപ്പൊ ഉറങ്ങില്ല. എല്ലാവരും മാറി മാറി നമ്മളെ വിളിച്ചെണീപ്പിക്കാനും പരിചരിക്കാനും അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങാൻ സ്റ്റെപ്പ് കയറാൻ സഹായിക്കുന്ന ഒരു സ്ഥലം ഞാൻ വേറെ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരു ഹോസ്പിറ്റലും കണ്ടിട്ടില്ല. പിന്നെ കണ്ടുള്ളത് ICUവിൽ കിടക്കുന്ന ആൾക്കാരെ എടുത്തിട്ട് 1 മണിക്കൂർ കാശ്. അപ്പൊ അവർ സ്നേഹത്തോടെ നിൽക്കും. വേറൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും നല്ല സൗകര്യമുള്ള സൗഹൃദമുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. എല്ലാവരും അറിയിക്കുക, എല്ലാവരും കൊണ്ടുവരിക, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. നന്ദി. അപ്പൊ അച്ഛന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ സറാജത്തെ പറ്റി എന്താ അഭിപ്രായം വരെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന അച്ഛനമ്മമാരോട് എന്താ പറയാനുള്ളത്? ഇതന്നെ പറയാ, എല്ലാവരും വിളിച്ച് പറയാ. ഞാൻ സ്ഥാപനത്തിൽ കാഷ്യറായിട്ട് വർക്ക് ചെയ്യാ. അപ്പൊ ഇവിടെ കൊണ്ടുപോയ കാർഡ് മതിയാവണില്ല, എല്ലാവർക്കും കൊടുക്കുക. ഇത് മാത്രല്ല, എന്റെ ഇവരുടെ കാറ്റലോഗ് ഉണ്ട്, സറാജത്തിന്റെ മെഷീന്റെ ഫോട്ടോ, അതുപോലെ ഈ സംഭവം ഇതൊക്കെ എന്റെ അടുത്തുണ്ട്. ഞാൻ വെച്ചിരിക്കുന്നു. ഓരോരുത്തർ വരുമ്പോഴും പറഞ്ഞു കൊടുക്കും, ഇന്ന സംഭവങ്ങളാണ് കാണണേ, ഇന്ന സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഞാൻ എക്സർസൈസ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കും. പലരും ഒരു വേണ്ടാന്നുള്ളൊരു തോന്നില്ല. പക്ഷെ ഞാൻ എക്സർസൈസ് ഒരു പ്രാവശ്യം, എനിക്ക് 3 പ്രാവശ്യം ചെയ്യാൻ ഇഷ്ടം. ഇപ്പൊ എപ്പം കൊണ്ട് കടയിൽ ചെല്ലാൻ പറ്റില്ല, കാരണം അതിന് വീട്ടിൽ പോകില്ലേ, നേരെ ജോലിക്ക് കയറുക, ഈ മണ്ണെടുത്തിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ 3 പ്രാവശ്യം ചെയ്യും. എക്സർസൈസ് മസ്റ്റാണ്, നിർബന്ധമായിട്ട് ചെയ്യുക. അറിയുന്ന രീതിയിൽ ശരീരം ഇളകി ചെയ്യുക, വേർത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ദുഷ്ടതകളെ പോട്ടാണ്. എല്ലാവരും അങ്ങനെ നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അച്ഛന് നമുക്ക് നല്ലൊരു നന്ദി പറയാം അല്ലേ?